പ്രകൃതിയെ തൊട്ടറിഞ്ഞ് യാത്രകളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും റൂട്ട് കഫേയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഊട്ടിയിലെ കർണാടകയിലേക്ക് നിങ്ങളെയും കൂട്ടുകയാണ്. ഊട്ടിയിൽ നിന്നും അവലാഞ്ച് പോകും വഴി ഊട്ടി എക്കോ ടൂറിസം പദ്ധതി കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിമനോഹരമായ ഊട്ടിയിൽ സ്ഥിതി ചെയ്യുന്ന കർണാടകത്തിൻ്റെ സ്ഥലത്തേക്കാണ് നമ്മൾ എത്തപ്പെടുന്നത്. ഈ വസന്തഭൂമി അധിക വർഷങ്ങളൊന്നും ആയില്ലെങ്കിലും ഈ സ്ഥലത്തിനെക്കുറിച്ച് കേട്ടറിഞ്ഞ് ധാരാളം സഞ്ചാരികളാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഊട്ടിയുടെ തിരക്കുകളിൽ നിന്നും ഒഴിഞ്ഞു മാറി തലയെടുപ്പോടെ നിൽക്കുന്ന ഈ മനോഹരമായ പ്രദേശത്തെക്കുറിച്ച് വർണ്ണിക്കുന്നത് എങ്ങനെയെന്ന് പറയുവാൻ വാക്കുകൾ കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണണം. ഊട്ടിയിൽ നിന്നും അവലാഞ്ചി പോകും വഴി ആദ്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കെയ്ൻ ഹിൽ എക്കോ അവയറൻസ് സെൻ്ററാണ്. ഏകദേശം 5 കിലോമീറ്റർ ഉണ്ട് ഊട്ടിയിൽ നിന്നും ഈ പ്രദേശത്തേക്ക് എത്തുവാൻ. ഒരുപാട് പ്രാവശ്യം ഊട്ടിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ ഭാഗത്തേക്കൊന്നും ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. ഇവിടെ ആദ്യം തന്നെ ഇൻ്റർപ്രിട്ടേഷൻ എന്ന സ്ഥലമാണ് കാണുന്നത്. ഇതിനകത്ത് കുറച്ച് ജീവികളെക്കുറിച്ചൊക്കെയുള്ള ഒരു എക്സിബിഷൻ സെൻ്ററായിട്ടാണ് അവർ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഏറ്റവും എടുത്ത് പറയേണ്ടത് പുള്ളിപ്പുലികളെയും മറ്റ് കുറച്ച് മൃഗങ്ങളെയൊക്കെ ഒറിജിനലായിട്ടുള്ള ഈ മൃഗങ്ങളെയെല്ലാം സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കണ്ടോ, ഒറിജിനൽ പുലിയാണ്, സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് അടുത്ത് നിന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, ഇതിനുള്ളിൽ വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ ഒരു ചെറിയ മാതൃക ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒരു ഗുഹ പോലെ. അതിനുള്ളിലേക്ക് നമുക്ക് കടന്നു ചെന്ന് കഴിഞ്ഞാൽ വെസ്റ്റേൺ ഗാർഡ്സിൽ കാണാൻ പറ്റുന്ന പലവിധ മൃഗങ്ങളെയും അതേപോലെ തന്നെ അവിടുത്തെ ചുറ്റുപാടുകളെക്കുറിച്ചുമൊക്കെയുള്ള ചെറിയൊരു മാതൃകയാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഊട്ടിയിൽ നമ്മൾ പല പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഇതൊന്നും ഇതുവരെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് വേണം പറയുവാൻ. ഇവിടുത്തെ ഈ നാടിൻ്റെ അവകാശികളാണ് ഈ കാണുന്നത്. ടോഡാസ് എന്ന് പറയും, ടോഡാസ്. അവരുടെ വേഷവിധാനങ്ങളും അവരുടെ രീതിയൊക്കെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. അവരുടെ ശരിക്കുള്ള ഒരു രീതി. ഇരുളാസ്, കുറുംബാസ്, കാട്ടുനായ്ക്കൻസ്, ബനിയൻസ്, കൊട്ടാസ്. നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി ഇനി ഇങ്ങോട്ടേക്ക് അകത്തോട്ട് നടക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമുള്ള ഒരു സ്ഥലമാണ്. മുമ്പ് ഊട്ടിയിൽ വന്നപ്പോഴൊക്കെ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ എന്തായാലും വരണം കേട്ടോ. വലിയ വലിയ മരങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ അങ്ങ് നടക്കാൻ തന്നെ നല്ല രസമാണ്. മുമ്പിലൊരു ഹാങ്ങിങ് ബ്രിഡ്ജ് കാണാനുണ്ട് കേട്ടോ. കണ്ടോ, ഈ വഴി കൂടെ തന്നെ നടക്കാൻ നല്ല സീനാണ്. പ്രത്യേകിച്ച് ഊട്ടിയിലെ കാലാവസ്ഥ കൂടി ആകുമ്പോഴത്തേക്ക് പൊളിയാണ്, അടിപൊളിയാട്ടോ. അങ്ങനെ ആരും ഇവിടെ ഇല്ല കേട്ടോ, ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ ഉള്ളൂ ഇപ്പോൾ. എന്തായാലും അടിപൊളി. ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഈ ഒരു പ്രകൃതി ഭംഗി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കില്ലായിരുന്നു. ഊട്ടിയിൽ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്നുള്ളത് കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കാം, പക്ഷേ ഒരുമാതിരിപ്പെട്ട ആർക്കും അറിയത്തില്ല. എന്തായാലും അടിപൊളിയാണ്. ഇത് കണ്ടോ, ഈ പുല്ലേൽ ചവിട്ടി കഴിഞ്ഞാൽ സ്പോഞ്ച ചവിട്ടുന്ന പോലെയാണ്. കണ്ടോ, ഇവിടുത്തെ ഹാങ്ങിങ് ബ്രിഡ്ജാണ്. ഒന്നൊന്നര ഹാങ്ങിങ് ബ്രിഡ്ജാണ്. ഇവിടുത്തെ ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ തൂണുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി തന്നെ തൂണ് ഒരുക്കിയിരിക്കുകയാണ്. അതായത് മരങ്ങളാണ്, ഈ കണ്ട ഈ പൈൻ മരങ്ങളെ തന്നെയാണ് ഇതിന് ഈ ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ തൂണുകളാക്കിയിരിക്കുന്നത്. കണ്ടോ, സൂപ്പർ.
ഈ മരങ്ങളുടെയൊക്കെ ഇടയിൽ കൂടി ഇങ്ങനെ നടക്കുമ്പോഴത്തേക്ക് ഇളം കാറ്റോടി വരുന്നുണ്ട്, ഒപ്പം നല്ല തണുപ്പും. ഇതിനു മുന്നേ നമ്മൾ ഊട്ടിയിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇവിടം ശരിക്കും മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. മിസ്സായി എന്ന് പറഞ്ഞാൽ അറിയില്ലായിരുന്നു എന്ന് വേണമല്ലോ പറയാൻ വേണ്ടിയിട്ട്. എന്തായാലും കാം ആൻഡ് ക്വയറ്റ് പ്ലേസാണ്. അത് ആസ്വദിക്കണമെങ്കിൽ ധൈര്യമായി ഇങ്ങോട്ട് പോരാം. ഇതൊന്നും വെച്ച് പിടിപ്പിച്ചതല്ല കേട്ടോ, നാച്ചുറലായിട്ട് തന്നെ ഉണ്ടായി വന്നതാണ്. മരങ്ങളിലൊക്കെ ഉണ്ട് ഈ ഒരു കാണുന്ന സംഗതി. നമ്മൾ ഈ ഓൺലൈനിലൊക്കെ ആമസോൺ കാർഡിൻ്റെയൊക്കെ ഫോട്ടോ കാണുന്ന ഒരു പ്രതീതി പോലെയുണ്ട് ഈ സീനൊക്കെ കാണുമ്പോഴത്തേക്ക്. നല്ല രസമാണ് കേട്ടോ ഈ ഫുൾ കാണാൻ വേണ്ടിയിട്ട്. പച്ച നിറഞ്ഞ ഭൂമിയും പച്ച നിറഞ്ഞ മരങ്ങളൊക്കെ അങ്ങ് ഗംഭീരമായിട്ട് ഇങ്ങനെ നീണ്ടു നിറഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണ്. ഇവിടെ നിന്ന് കുറച്ചും കൂടെ മുന്നോട്ട് നടക്കണം, ഒരു 750 മീറ്റർ കൂടെ മുന്നോട്ട് നടന്നു കഴിയുമ്പോഴത്തേക്ക് വാച്ച് ടവർ ഉണ്ടെന്നാണ് പറഞ്ഞത്. വാച്ച് ടവറിന് അങ്ങോട്ടേക്ക് പോകും. മേളിലോട്ട് നല്ല കാടാണ്, മേളിലോട്ടും താഴോട്ടും നല്ല കാടാണ്. ആ കാട്ടിൽ കൂടെ വേണം പോകാൻ വേണ്ടിയിട്ട്. ഒരു 750 മീറ്റർ നമ്മൾ നടന്നു പോകണം. കണ്ടോ, വേറെ ആരുമില്ല, ഞാൻ മാത്രമാണ് ഈ കാട്ടിൽ കൂടി ഇങ്ങനെ നടന്നു പോകുന്നത് കേട്ടോ. ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇത് കണ്ടോ, ആരുമില്ല. ഇവിടം വരെ ഉള്ളു പോകാൻ പറ്റത്തില്ല കേട്ടോ, ഇവിടം വരെ. ഇതാണ് നമ്മുടെ വാച്ച് ടവർ. അടിപൊളി. നമുക്ക് മേളിൽ നിന്ന് തന്നെയുള്ള വ്യൂ കാണാം കേട്ടോ. ഈ കാണുന്നത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ച എമറാൾഡ് സൈഡാണ് കേട്ടോ. ഇവിടെ നിന്ന് നോക്കിയാൽ ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതെല്ലാം ഗുഡ് ഷെപ്പേർഡ് ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ ഭാഗങ്ങളൊക്കെയാണ്. അങ്ങനെ കുറേ കാഴ്ചകൾ, നമ്മൾ കണ്ട കൃഷിയിടങ്ങൾ, അങ്ങനെ കുറേ കാഴ്ചകൾ. നമ്മൾ ആ എക്കോ ടൂറിസം പോയിന്റിൽ നിന്നും കുറച്ച് നേരം കൂടി പോന്നു കേട്ടോ. അവലാഞ്ച് റോഡ് തന്നെയാണിത്. അപ്പോഴാണ് ഇവിടെ ഒരു കർണാടകത്തിൻ്റെ സ്ഥലം ഉണ്ടെന്ന് അറിഞ്ഞത്. ശരിക്കും ഊട്ടിയിൽ നിന്ന് പോരുന്ന വഴി തന്നെ ഈ പറഞ്ഞ ഭാഗത്തോട്ട് തിരിയായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ നമുക്കത് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് നമ്മൾ എക്കോ ടൂറിസം പോയിന്റിൽ നിന്നും കുറച്ച് മുന്നോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് റൈറ്റിലോട്ടൊരു ചെറിയൊരു ഇടവഴിയുണ്ട്. അപ്പോൾ നമുക്ക് ആ വഴിയിലൂടെയാണ് നമുക്കിനി പോകേണ്ടത്. ഊട്ടിയിലെ കർണാടകത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്. വഴി കുറച്ച് ശോകമാണ് കേട്ടോ. പക്ഷേങ്കിൽ ഇത് ഒരു ഇടവഴിയാണല്ലോ. ആദ്യമേ പറഞ്ഞ മറ്റേ വഴിയാണ്, നമ്മൾ ഊട്ടിയിൽ നിന്ന് പോരുമ്പോൾ ആദ്യമുള്ള വഴിയാണ് മെയിനായിട്ടുള്ള വഴി എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ടാകും ഇതൊരു ഇടവഴി ആയതുകൊണ്ടാകും ചിലപ്പോൾ ഇത്ര മോശം എന്ന് പറയണമെങ്കിൽ ഇത്ര മോശമായിട്ട് കിടക്കുന്നത്. പക്ഷേങ്കിൽ വഴിക്ക് 2 വശവും കേട്ടോ കൃഷിത്തോട്ടങ്ങളാണ്. ലെറ്റ്യൂസും അതേപോലെ തന്നെ ക്യാബേജും ക്യാരറ്റുമാണ് ഈ ഭാഗത്ത് മൊത്തം കാണാൻ സാധിക്കുന്നത്.
ദേ വന്ന വഴിക്ക് നമ്മൾ കേട്ട ഊട്ടിയിലെ കർണാടക ഗവൺമെൻറ്റിൻ്റെ ഒരു ഗാർഡൻ ആണ് കേട്ടോ ഇത്. ഒരുപാടൊന്നും പഴയതല്ല, ഒരു 3-4 വർഷം എന്തോ ആയിട്ടുള്ളൂ ഓപ്പൺ ആയിട്ട്. 30 രൂപയാണ് ഇവിടുത്തെ പാസ്. ഇതാണ് കർണാടക സിരി ഹോർട്ടിക്കൾച്ചർ ഗാർഡൻ. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് കയറാം. ശരിക്കും ഊട്ടി ഗാർഡൻ മാതിരി ഉണ്ട് കേട്ടോ. അടിപൊളി വ്യൂ ആണ്. ഈ ഒരു ഗാർഡനകത്ത് ഇതേപോലത്തെ പല വിധത്തിലുള്ള സ്റ്റാച്യൂകളുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്റ്റാച്യു ആണ്. ഇതിന്റെ പേരെന്തായാലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കുക കേട്ടോ. ഇവിടുത്തെ ഏറ്റവും ആകർഷണമായിട്ടുള്ളൊരു സംഭവമാണ്. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളത് അറിയത്തില്ല, നോക്കാം. അയ്യോ പട്ടി, ഇതിനകത്ത് എവിടെ ഏതാ വഴി എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. ഇറങ്ങാനുള്ള വഴിയൊന്നും കാണുന്നില്ലല്ലോ. അപ്പൊ ഇതിനകത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വഴി കൂടെ കയറുന്നു, എന്നിട്ട് ഇങ്ങനെ വട്ടം കറങ്ങി യഥാർത്ഥ വഴി കൂടെ വെളിയിലോട്ട് ഇറങ്ങുക എന്നുള്ളതാണ് ഇവിടുത്തെ ഈ ഗെയിമിന്റെ ഒരു പ്രത്യേകത. പക്ഷെ നമുക്ക് യഥാർത്ഥ എക്സിറ്റ് കണ്ടില്ല, അതുകൊണ്ട് നമ്മൾ ഇതിലും വഴി അങ്ങ് ഇറങ്ങുകയാണ്. അപ്പോൾ ഇതിനുള്ളിൽ താമസിക്കണമെന്നുണ്ട് എങ്കിൽ ഹോട്ടൽ മയൂര സുന്ദരേശ എന്നൊരു ഹോട്ടൽ ഇതിനകത്തുണ്ട്. അപ്പം ഇതിനകത്ത് നമുക്ക് 2000 രൂപ മുതൽ 3000 രൂപ വരെയാണ് ഇവിടുത്തെ റൂമിൻ്റെ ചാർജൊക്കെ വരുന്നത്. ഈ ഒരു സുന്ദരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ആസ്വദിച്ച് ഇവിടെ ഒരു ദിവസം കഴിയണമെന്നുണ്ട് എങ്കിൽ നേരെ ഇങ്ങോട്ടേക്ക് പോരുക. അപ്പം ഇത് ഏകദേശം മൊത്തം 40 ഏക്കറിലാണ് കേട്ടോ ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമ്മുടെ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ ഒന്ന് രേഖപ്പെടുത്തിയേക്കുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ ചെങ്ങായിമാരുണ്ട് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിൻ്റെ ഭാഗമായിട്ടൊന്ന് മാറണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ.